എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളിലൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിന് മുമ്പേ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചത് ഒരു നവംബർ മാസത്തോടുകൂടിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് PSC ഒക്ടോബർ 15-ാം തീയതി മുതൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. യോഗം കൂടി തീരുമാനമെടുത്തിരിക്കുന്നത് ഒക്ടോബറിന്റെ പകുതിയോടുകൂടി നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഒക്ടോബർ 15-ാം തീയതി മുതൽ നമ്മുടെ മുമ്പിലേക്ക് ആ നോട്ടിഫിക്കേഷൻ ഏത് സമയത്ത് വേണമെങ്കിലും വരാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് കഴിഞ്ഞ ദിവസം നമ്മളിലേക്ക് PSC യോഗം കൂടിക്കൊണ്ട് തീരുമാനം എടുത്ത കാര്യം നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പുതിയ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണ്. മക്കളെ, നമ്മൾ ഇപ്പം എഴുതി മാറിയത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിരുന്നു. അതിന്റെ കൂടെ നമ്മൾ SIയുടെ പരീക്ഷ എഴുതിയായിരുന്നു. അങ്ങനെ 2025 നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് എഴുതി മാറിയത്. ഇനി 2026 പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത് ഒരു കൂന പരീക്ഷകളാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതിലെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ. അപ്പോൾ 2 ഫേസ് ആയിട്ടാണ് നടത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കമ്പനികളും ബോർഡുകളിലേക്കുമുള്ള ഒരു പരീക്ഷ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. രണ്ടാമത് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, മറ്റ് കോർപ്പറേഷൻ, വിവിധ കോർപ്പറേഷനുകളുടെ കീഴിലേക്ക് വരുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന മറ്റൊരു പരീക്ഷ കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോൾ പഠനം തുടങ്ങണം, ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ വസ്തുതകളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, 2026 ഒരു മെയ് മാസം മുതൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മുടെ പരീക്ഷ വരാം. അപ്പൊ 2026 നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ എഴുതുവാൻ പോകുന്നത്. അപ്പൊ 2026 ഏപ്രിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആകെ ഉള്ളത്. അതായത് ഈ 2025 ഈ പറയുന്ന അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അവിടെ നവംബർ ഡിസംബറും ഉണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത മാസത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മാസം കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മൊത്തത്തിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 8 മാസം മുതൽ 9 മാസം വരെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാൻ കിട്ടുന്നത് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ മക്കളെ, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, ഉടനെ വരും. ഓക്കെയാണേ. അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്ടോബർ 15-ാം തീയതി മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് സമയം വേണമെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വരും. പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കോർപ്പറേഷൻ അസിസ്റ്റന്റ്, അത് KSRTC, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള, അതുപോലെ ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയാണ് നമ്മുടെ അടുത്തതായിട്ട് വരുന്നത്. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസിന്റെ പരീക്ഷ, അതേപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ്. അതേപോലെ സ്വാഭാവികമായിട്ടും ഈ വർഷ അവസാനത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ SIയുടെ പരീക്ഷ, അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് മാറിയ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ 7 തസ്തികകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2026 തുടക്കത്തിൽ നമ്മൾ എഴുതാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 7 സാധ്യതകളിലെ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയെടുക്കണം എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നിങ്ങളുടെ മുമ്പിലെ 2026 ഇത്രയും ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിനകത്ത് നിന്നും ഒരെണ്ണം എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് മാറിയത് എക്സൈസ് ഇൻസ്പെക്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് മാറി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷ അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും നമ്മൾ അപ്ലൈ ചെയ്ത് മാറിയതാണ്. അപ്പൊ ഇനി വരാനുള്ളതെല്ലാം ഇതാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഇതിനകത്ത് ചുരുക്കി പറഞ്ഞാല് ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി വേണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ തള്ളി നീക്കുവാൻ. ഇനി നമുക്ക് ആ
കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലൊന്ന്, നമ്മുടെ ഈ നിലവിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നത് 2022 തുടക്കത്തിലാണ്, ഫെബ്രുവരി മാസത്തിലാണ്. അങ്ങനെ 2022 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 2023 പരീക്ഷ കഴിഞ്ഞ് 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ആ 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിലെ 3763 ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയത്. വലിയൊരു ലിസ്റ്റാണ്. കാരണം ഒരുപാട് പേർക്ക് അവിടെ നിയമനം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 3763 പേരുള്ള വലിയൊരു റാങ്ക് ലിസ്റ്റ് ആണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് 026/22 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 3763. അതായത് 4000-നോട് അടുത്ത ഉദ്യോഗാർത്ഥികളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 1 വർഷവും 7 മാസവും മാത്രമാണ് ആയത്. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ നോക്കിക്കോണം, 1621 പേർക്ക് നിലവിലെ അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പകുതിയോടടുത്ത്, അല്ലെ, പകുതി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1600, 3200 ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പകുതിയോടടുത്ത് തന്നെ അഡ്വൈസ് പോയിരിക്കുകയാണ്. 1 വർഷവും 7 മാസവും മാത്രമേ ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ടായിട്ടുള്ളൂ എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മറക്കരുത്. ഇനി അവസാനമായിട്ട് അഡ്വൈസ് പോകുന്ന 25/8/2025 വരെ 1621 പേർക്ക് നിയമനം കൊടുത്തു. 1314 നിൽക്കുന്ന ഓപ്പൺ കാറ്റഗറിക്കാരന് അഡ്വൈസ് പോയി കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് റിസർവേഷൻ ഇല്ലാത്തൊരു വ്യക്തി 1314 നിൽക്കുന്നവനും അഡ്വൈസ് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും വലിയൊരു സവിശേഷത ഈ ഒരു തസ്തികയുടെ. ഇനി സ്വാഭാവികമായിട്ടും അതിന്റെ കട്ട് ഓഫ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. മക്കളെ, കട്ട് ഓഫ് വന്നിരിക്കുന്നത് ദാണ്ടേ 39 മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വെറും 39 മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതേപോലെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 43.33, 43 മാർക്കാണ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് പ്രിലിംസിന്റെ കട്ട് ഓഫ് 39, മെയിൻസിന്റെ കട്ട് ഓഫ് 43. വളരെ തുച്ഛമായ കട്ട് ഓഫ് ആണ് പരീക്ഷയ്ക്ക് വന്നത്. അവിടുന്ന് 3763 പേരെയാണ് ആ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇതാണ് നിലവിലെ റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റ് വന്നത് 13/3/2024 അപ്പൊ സ്വാഭാവികമായിട്ടും 13/3/2027 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ആ 13/3/2027 വരാൻ പോകുന്ന പുതിയ റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 1000-നകത്ത് വന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടും. കാരണം അത്ര ഗ്യാരണ്ടിയാണ് ഈ ഒരു തസ്തികയ്ക്ക്. അത്രയ്ക്ക് അഡ്വൈസ് പോകും എന്ന് വളരെ ഉറപ്പുള്ള, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനേക്കാളും അഡ്വൈസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റൊക്കെ മാക്സിമം 1000 അഡ്വൈസ് ആണ് പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2000 ഷുവർ ആണ്. 2000 അഡ്വൈസ് ഷുവറായിട്ടും പോകും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. ഇനി 2019 ലിസ്റ്റില് നിങ്ങൾ ആലോചിച്ചോണം, അതിന് മുമ്പത്തെ ലിസ്റ്റ് 2019 ലിസ്റ്റിലെ 4000-അടുത്ത് 3883 എന്ന് പറയുമ്പോൾ 4000-നോടടുത്ത് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുത്ത വളരെ മാസീവായിട്ടുള്ള ഒരു പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ. ഇത് വിട്ടുകളയരുത് എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാണ്. വിട്ടു പോകരുത്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെയ് മാസം മുതൽ പരീക്ഷ പ്രതീക്ഷിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏപ്രിൽ മുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളാനാ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനേ ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസത്തെ സമയമാണ് നമുക്ക് പഠിക്കുവാൻ മൊത്തത്തിൽ കിട്ടുന്നത് എന്ന് നിങ്ങൾ മറന്നു പോരുത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഓഗസ്റ്റ് മാസത്തോടു കൂടി നമുക്ക് നമ്മുടെ മെയിൻസിന്റെ പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുത്തുള്ളൂ. 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ 2026 ഈ ഒരു കാലയളവിലെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ തന്നെ പരീക്ഷ നടക്കുവാനാണ് സാധ്യത എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. ഇനി നമുക്കറിയാം KSF നിയമനം കിട്ടാറുണ്ട്, KSEB ഉണ്ട്,
കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML ഉണ്ട്, അതുപോലെ കെൽട്രോൺ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികൾ അല്ലെങ്കിൽ ബോർഡുകൾ അതേപോലെ കോർപ്പറേഷനിലാണ് നമ്മുടെ നിയമനം വരുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തോണം. അതിന്റെ പാർട്ട് ബി ആണ് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ കോർപ്പറേഷൻ അസിസ്റ്റന്റ് വരുന്നത്. കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനകത്ത് കമ്പനികളും ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്തത് നമുക്കറിയാം നമ്മുടെ തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ്. ഇപ്പൊ KSFE ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാഷ്യർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അല്ലെങ്കിൽ ക്ലർക്ക് ഗ്രേഡ് 1, അല്ലെങ്കിൽ ടൈം കീപ്പർ ഗ്രേഡ് 2, അല്ലെങ്കിൽ സീനിയർ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളെ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ബോർഡിലേക്ക് നിങ്ങളെ നിയമിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അതാണ് നമ്മുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് മക്കളെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കിക്കേ. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ ജനനം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് 18 to 36 വയസ്സാണ്. അതായത് 2/1/1989 മുതൽ 1/1/2007 വരെ ആ 2 ഡേറ്റ് ഉൾപ്പെടെ അതിനിടയിൽ ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുവാൻ സാധിക്കും. നിങ്ങൾ ഡിഗ്രി പാസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കും. അതായത് ഡിഗ്രി യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തിക കൂടിയാണ് ഈ പറയുന്ന പരീക്ഷ എന്നുകൂടി ഓർത്തിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അതേപോലെ തന്നെ ആദ്യമായിട്ടൊരു പ്രിലിംസിന്റെ പരീക്ഷ എഴുതുന്നു, അതിനുശേഷം നമ്മൾ മെയിൻസിന്റെ പരീക്ഷ എഴുതുന്നു. ഈ പറയുന്ന 2 പ്രോസസ്സ് പൂർത്തിയാവുമ്പോൾ നമ്മൾ അവിടെ കമ്പനി ബോർഡിലേക്ക് നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് നിയമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തിരിക്കണം. സോ മെയിൻസിന്റെ സിലബസിലേക്ക് ഞാൻ പോവാണ്. പ്രിലിംസിന്റെ സിലബസിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല, പഴയതുപോലെ തന്നെ. മാത്സ് 20 മാർക്കിനുണ്ട്, ഇംഗ്ലീഷ് 20 മാർക്കിനുണ്ട്, മലയാളം 10 മാർക്കിനുണ്ട്. അങ്ങനെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കാണ്. ബാക്കിയുള്ള 50 മാർക്ക് നിങ്ങളുടെ ഹിസ്റ്ററി അതുപോലെ തന്നെ ബാക്കിയുള്ള GK വിഷയങ്ങൾക്കാണ്. അത് നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മെയിൻസിന്റെ പരീക്ഷയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്താൽ മതിടാ. കാരണം മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, കണക്ക് 10 മാർക്ക്, അതേപോലെ കറണ്ട് അഫേഴ്സ് 15 മാർക്ക് കണ്ടോ. അതേപോലെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, അതേപോലെ ലൈഫ് സയൻസ് 6 മാർക്ക്. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ഒരു മാർക്ക് ഡിവിഷൻ വരുന്നത്. ഏതിന്? നമ്മുടെ മെയിൻസിന്റെ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഒറ്റയടിക്ക് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്തതാണ് അതിന്റെ കൂടെ വരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കോർപ്പറേഷനിലേക്കായിരിക്കും നിങ്ങളുടെ നിയമനം വരുന്നത്. അതായത് നമ്മുടെ KSRTC, അതുപോലെ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കോർപ്പറേഷനിലേക്കായിരിക്കും നമ്മളെ നിയമിക്കപ്പെടുന്നത്. അതാണ് മറ്റൊരു രണ്ടാമത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതിനു മുമ്പ് വന്നത് 2021 അതിനുശേഷം അത് അവസാനമാണ്. 2021 അവസാനമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 2024 അതിന്റെ പരീക്ഷ നടന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്ക് 29/1/2027 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. ആ പുതിയ റാങ്ക് പട്ടികയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 1734 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള കോർപ്പറേഷൻ അത്രയും വരുമാനമൊന്നും ഇല്ലാത്ത പല കോർപ്പറേഷൻ ഉണ്ട്, എന്നിട്ട് പോലും 1734 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. മാത്രമല്ല 18/9/2025 വരെ 794, അതായത് ചുരുക്കി പറഞ്ഞ 800-നടുത്ത് അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. അതായത് റാങ്ക് ലിസ്റ്റ് 1 വർഷവും 9 മാസവുമാണ് ഇനിയും കാലാവധി കിടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഇത്രയും അഡ്വൈസുകൾ വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് വരാൻ പോകുന്ന കോർപ്പറേഷൻ അസിസ്റ്റന്റ്. അതേപോലെ കുഞ്ഞുങ്ങളെ പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അതിന്റെ കട്ട് ഓഫ് ഒന്ന് ശ്രദ്ധിക്കുക. കട്ട് ഓഫ് പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 37 ആയിരുന്നു. അതേപോലെ മെയിൻസിന്റെ കട്ട് ഓഫ് 53 ആയിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. 53 കട്ട് ഓഫ് ഇട്ടപ്പോഴാണ് ഇത്രയും ചുരുക്കി ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ
കമ്പനി ബോർഡിലേക്ക് നടത്തുന്ന പരീക്ഷയിലെ വലിയൊരു റാങ്ക് പട്ടിക പ്രതീക്ഷിക്കാം. കോർപ്പറേഷൻ അസിസ്റ്റന്റിനകത്തേക്ക് ചെറിയൊരു റാങ്ക് പട്ടികയായിരിക്കും. ഇതുപോലെ തന്നെ ഈ രീതിയിൽ വരുന്ന ഒരു റാങ്ക് പട്ടികയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. നല്ല രീതിയിൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളെയും എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്നുള്ള കാര്യം മൊത്തത്തിൽ മനസ്സിലായിരിക്കുകയാണ്. പഴയതുപോലെ നിങ്ങൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതുന്നു, മെയിൻസിന്റെ പരീക്ഷയിലേക്ക് പോകുമ്പോൾ മലയാളം 10 മാർക്കിനുണ്ട്, അതേപോലെ ഇംഗ്ലീഷ് 10 മാർക്കിനുണ്ട്, കണക്ക് 10 മാർക്കിനുണ്ട്, അതേപോലെ കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് അതേപോലെ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, ലൈഫ് സയൻസ് 6 മാർക്കിന് ചോദിക്കും. ഇങ്ങനെയാണ് മെയിൻസിന്റെ സിലബസ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. സോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മക്കളെ. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനേക്കാളും നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്വൈസ് കിട്ടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകൾ. കുറെ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതി, അതിനു മുമ്പ് LSTD എഴുതിയിട്ടുണ്ടാവും. ചെറിയ മാർക്കിന് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് കരുതുക, നിങ്ങൾ തളരണ്ട. കാരണം ആ ഒരു കോമ്പറ്റീഷൻ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു വേവ് ലെങ്തില് ഒന്നും കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങളുടെ കയ്യിലിരിക്കും. സോ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുക. മാക്സിമം നിങ്ങൾ കഴിഞ്ഞ 2021 മുതൽ 2026 വരെ വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷകൾ 2026 ആയില്ല, 2025 വരെയുള്ള വിവിധ ഡിഗ്രി ലെവൽ പ്രിലിംസുകളുടെ സിലബസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മാക്സിമം കട്ട് ഓഫ് വന്നിരിക്കുന്നത് 50 മാർക്ക്. പരമാവധി കട്ട് ഓഫ് ആണ് 50 മാർക്ക്. അപ്പൊ ഇത്തവണയും നിങ്ങളെ കൂടുതലൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു 50 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രിലിംസിന്റെ പരീക്ഷ ക്ലിയർ ചെയ്യുവാനും സാധിക്കും. നന്നായിട്ട് പഠിക്കുക. വലിയ സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. 7 തസ്തികകളാണ് ഇത്തവണ ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 2025 എന്ന് പറയുന്ന വർഷം സത്യം പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഒരു സുവർണ അവസരമായിരുന്നു. സോ 2026 നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയെടുത്തുകൊണ്ട് 2025 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. ആ സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചതിന് ശേഷം ആധികാരികമായിട്ട് ഒരു 3-4 തവണ ആ സിലബസ് വൃത്തിയായിട്ട് വായിക്കുക. ആ സിലബസ് നിങ്ങൾ വൃത്തിയായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. അതിനുശേഷം നിങ്ങൾ 2021 മുതൽ 2025 വരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചു മാറിയ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ടോപ്പിക്കിനോട് ചേർന്നുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അതായത് നിങ്ങൾ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2021 മുതൽ 2025 വരെ ചോദിച്ചു മാറിയ എല്ലാ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളും നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. അതൊരു വലിയ സാധ്യതയാണെന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. കൃത്യമായിട്ട് റിവിഷൻ നടത്തി മുമ്പോട്ട് പോവുക. ഇത്തരത്തിലെ എല്ലാ സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ബാച്ചാണ് CCയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ തന്നെ സിലബസിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യിക്കുക എന്നുള്ള വലിയൊരു മിഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആദ്യം പ്രിലിംസിന്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഏത് പരീക്ഷയാണെങ്കിലും അവിടെ പ്രിലിംസിന്റെ പരീക്ഷ എഴുതുമ്പോൾ 90 മാർക്ക് വാങ്ങിച്ചാലും 70 വാങ്ങിച്ചാലും 80 വാങ്ങിച്ചിട്ടും കാര്യമില്ല. നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഒരു എലിമിനേഷൻ പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ അത് ആ എലിമിനേഷൻ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് എഴുതുവാനും നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുവാനും ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പുതിയ ഡിഗ്രി ലെവൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു മെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് പഠിക്കേണ്ടത്, ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, വരാൻ പോകുന്ന പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദിവസങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് എവിടെ വെച്ച് നിങ്ങൾ റിവിഷൻ നടത്തണം, എങ്ങനെയാണ് ടോപ്പിക്കുകൾ കവർ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന രീതിയിൽ പുതിയൊരു ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു, വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് ഒരിക്കലും മിസ്സായി പോകരുത്. അപ്പൊ അതുകൊണ്ട്
എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തവണത്തെ ഡിഗ്രി ലെവൽ പരീക്ഷ നമ്മൾ ക്ലിയർ ചെയ്യും. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.